ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം, സന്തോഷം കേട്ടോ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ വീടിൻ്റെ മെയിൻ വാർപ്പാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അങ്ങനെ ഇതാ രാവിലത്തെ മോർണിംഗിൽ നമ്മൾ പൊറാട്ടയും ചിക്കൻ കറിയും കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ പൊറാട്ട ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ കറിക്കുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കറിയൊന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്കുള്ളത് വേണം. അപ്പോൾ ഞാനൊരു പേടിയുണ്ട്, എന്നാലും ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ. അങ്ങനെ ഇതാ പകുതി തേങ്ങ പച്ചക്കും പകുതി തേങ്ങ വറുത്തിട്ടുമാണ് കേട്ടോ ഞാൻ കറിക്ക് വേണ്ടി അരക്കുന്നത്. അപ്പോൾ എന്താ കണ്ടില്ല, പകുതി തേങ്ങ വറുത്തത് ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. ചെറിയുള്ളിയും പട്ട, കറാമ്പ്, ഏലക്ക, പെരിഞ്ചീരകം, വേപ്പില ഒക്കെ ഇട്ടിട്ടാണ് ഞാനൊന്ന് വറുത്തെടുത്തത്. ഞാൻ മിക്സിയിലിടാൻ നേരത്ത് മോള് വന്ന് മോൾക്കും കൂടി ഒന്ന് മിക്സിയിലിടണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അവളുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ അവളും കൂടി ഒന്ന് കുറച്ച് കോരി ഇടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ചൂടാറിയ തേങ്ങ ഇതാ ഞാൻ മിക്സിയിലിടുക കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനത് ഇടുന്നത്. കാരണം ചൂടുള്ളതും ചൂടാറിയതും പകുതി പകുതി വെച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ മിക്സി മൂടി. പിന്നെ ഞാനത് അരച്ചെടുക്കുക കേട്ടോ. എനിക്കൊരു പേടി, കറണ്ട് എങ്ങാനോ സ്പെഷ്യൽ ഡേയ്സൊക്കെ ആകുമ്പോൾ കറണ്ട് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം പിന്നെ അത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഇതാ ഞാനൊന്ന് സ്ഥലത്തേക്ക് പോയി നോക്കി. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വാർപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഇതാ വീട്ടിൽ പൊറാട്ട എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ തന്നെയാണ് ഏൽപ്പിച്ചത്. പൊറാട്ട എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയൊക്കെ തോമിച്ച് അതിൻ്റെ ഇടയിൽ മക്കൾക്കൊക്കെ കൊടുത്തു. കാരണം മക്കളുടെ വാർപ്പൊക്കെ കഴിഞ്ഞ് അവർ ചായ കുടിക്കുമ്പോഴേക്കും മക്കൾക്ക് വിശക്കും. അപ്പം മക്കൾക്കുള്ളതൊക്കെ മക്കൾക്ക് കൊടുത്ത് കറിയൊക്കെ നല്ല രീതിക്ക് സെറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. നന്നായി ഉണ്ടായിരുന്നു പറഞ്ഞ് എല്ലാവരും. അങ്ങനെ ഇതാ പൊറാട്ടയും കറിയും ചായയും എല്ലാം ഞാൻ റെഡിയാക്കി ഇത് പണിക്കാർക്കുള്ളത് മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചക്കുള്ള ഫുഡും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. ഇക്കാട് സിസ്റ്റർമാരും ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പണിക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മളും എല്ലാവരും കൂടി ആയപ്പോൾ കുറച്ച് ആളുണ്ട്. പിന്നെ ഇതാ ഞാൻ അതിനിടയ്ക്കൊന്ന് ഇതാ വാർപ്പൊന്ന് പോയി നോക്കി. രാവിലെ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നൈറ്റിന് ഇട്ട കമ്പികളെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം രാത്രി 8 മണി വരെ വാർപ്പിൻ്റെ മേലെയായിരുന്നു പണിക്കാർ. അതുകൊണ്ട് എനിക്ക് പോയി നോക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഞാൻ കാലത്ത് നേരത്തെ വന്നിട്ട് ഒന്ന് നോക്കിയതാണ് കേട്ടോ. കണ്ട കമ്പിയൊക്കെ ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഇതാ വന്ന് നോക്കുമ്പോൾ ഇതാ അവരുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഞാൻ മ്യൂട്ടാക്കി കേട്ടോ, ഭയങ്കര സൗണ്ടാണ്, കേൾപ്പിച്ചു തരാം. കണ്ടില്ലേ, നല്ല സൗണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഫ്രണ്ട് ഭാഗത്തൊന്ന് പോയി നോക്കിട്ടോ. ഇവിടെയൊക്കെ ഇനി എടുക്കാണ്ട് കണ്ടില്ല, ഭയങ്കര സൗണ്ടാട്ടോ. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഫുഡൊക്കെ കൊടുക്കുക ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വാർപ്പിൻ്റെ കോൺക്രീറ്റൊക്കെ ഇറക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ഒന്ന് മുകളിലേക്ക് പോയപ്പോൾ അതാ നമ്മുടെ കോൺട്രാക്ടറാണ് കേട്ടോ. അപ്പോൾ ആൾ ഒന്ന് മേൽഭാഗം ഒന്ന് വീഡിയോ എടുത്ത് തന്നു എനിക്ക്. അപ്പോഴേക്കും നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത് കേട്ടോ. അവർക്കുള്ള ഫുഡ് ബിരിയാണിയും കച്ചമ്പറും സാലഡും എല്ലാം കൂടി അച്ചാറെല്ലാം കൂടി ഓരോ പാക്കിംഗ് കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കുക ചെയ്ത്. അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ കണ്ടോ ഇതുപോലെ ആക്കി കൊടുക്കുക ചെയ്ത് കേട്ടോ. അവർക്ക് അങ്ങനെ മതി, കുറച്ച് പേര് കഴിക്കുള്ളൂ, കുറച്ച് പേര് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി കൊടുത്തു കേട്ടോ. ഇനി വാർപ്പ് കഴിഞ്ഞതൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.